സമരം ചെയ്യും. അടുത്ത സമരം ഗണേഷ് കുമാറിന്റെ വീട്ടിലെ മുന്നിലായിരിക്കും. ഗണേഷ് കുമാറിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സമരമാണ് കാണാൻ പോകുന്നത്. കുന്നര കറവൂർ റോഡിനെ സംബന്ധിച്ചിടത്തോളം 2.5 വർഷക്കാലമായി ഈ റോഡ് ഗണപതിക്ക് തേങ്ങ ഉടച്ചുകൊണ്ട് നിർമ്മാണം തുടങ്ങിയ ഒരു റോഡാണ്. ഈ റോഡിന് ഫണ്ടില്ലാഞ്ഞിട്ടല്ല ഇത് ഇഴഞ്ഞു നീങ്ങുന്നത്. 70 കോടിയോളം രൂപ അനുവദിച്ച് സാങ്ഷൻ ചെയ്ത ശേഷമാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഗണേഷ് കുമാർ നേരിട്ട് കേരളത്തിൽ ജർമ്മൻ ടെക്നോളജി അവതരിപ്പിച്ചത്. ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഈ കമ്പനി വന്നത്. ഉത്തരാഖണ്ഡോ ജാർഖണ്ഡിൽ നിന്നോ കൊണ്ടാണ് ഈ കമ്പനിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അവരുമായി പിന്നീട് ഇതിൻ്റെ കമ്മീഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുകയും കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ MLAയുടെ ഗുണ്ടകൾ വന്ന് ആ പ്ലാന്റ് തടഞ്ഞെടുത്ത ഒരു സമരം നടത്തുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾ എല്ലാവരും ചോദിച്ചു. അപ്പോൾ MLA പറഞ്ഞത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പുന്നല നിവാസികൾ സംഘടിച്ച് രാഷ്ട്രീയത്തിനും ജാതിക്കും അതീതമായി ഇവിടെ 2 സമരങ്ങൾ നടത്തി. നിരവധി അമ്മമാരും സഹോദരിമാരും പങ്കെടുത്ത ആ സമരത്തെ പോലും ഗണേഷ് കുമാർ അധിക്ഷേപിക്കുന്ന പ്രസംഗങ്ങളാണ് നടത്തിയത്. ഗണേഷ് കുമാറിൻ്റെ താലൂക്ക് സഭയിലെ പ്രസംഗം, സുന്ദരിയായ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് നമ്മളിത് കാത്തിരിക്കണം. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും, നമുക്കതിനെ ഓമനിക്കാം, താലോലിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇത് ഗണേഷ് കുമാറിൻ്റെ ഗർഭിണിയല്ലേ പ്രസംഗിക്കൂ? നിത്യഗർഭിണിയാണോ? 2.5 വർഷമായിട്ടും ഈ ഗർഭിണി പ്രസംഗിക്കുന്നില്ല. ഇത് ICUവിലാണ്. എന്തുകൊണ്ട് ഈ ഗർഭം അലസിപ്പോയോ അതോ എന്തെങ്കിലും തലയണ വെച്ച് വയറ്റിൽ കെട്ടിവച്ചിരിക്കുകയായിരുന്നോ എന്ന് ഞങ്ങൾക്ക് സംശയം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം MLA അതിന് ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. ഈ റോഡ് പൊളിച്ചിട്ടത് ഗണേഷ് കുമാറാണ്. അദ്ദേഹം ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇത് അവതരിപ്പിച്ചുകൊണ്ട് വലിയ വാർത്ത സൃഷ്ടിച്ചു. കേരളത്തിലെ ഏറ്റവും നല്ല ജനപ്രതിനിധിയാണെന്നുള്ള കയ്യടി വാങ്ങി. ആ കയ്യടി വാങ്ങുന്നത് പത്തനാപുരത്തുള്ള പ്രാദേശിക ചാനലിലൂടെ വൈറലായ വീഡിയോകളാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം, ഈ റോഡ് പൊളിച്ചിട്ടതിന് ഉത്തരവാദിത്വം എനിക്കല്ല, ഈ റോഡ് പൊളിച്ചിട്ടതിൻ്റെ ഉത്തരവാദിത്വം കോൺട്രാക്ടർക്കാണ്. അതായത് ഇവിടെ റോഡ് പണിക്ക് വന്ന ബംഗാളിയും ഈ റോഡ് പണിക്ക് വന്ന ത്രിപുര സ്വദേശിയും തമിഴ്നാടുകാരും ഒക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ ഇവിടെ നിന്നും തടിയൂരുകയാണ്. പ്രിയപ്പെട്ട MLAയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിരന്തരമായ സമരം, ഇതിപ്പോൾ 6ാമത്തെ സമരമാണ്. ഈ സമരം നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം പുന്നല കൊല്ലം ജില്ലയുടെ തന്നെ ഒരു മലയോര പ്രദേശമാണ്. മലയോര പ്രദേശമായ ഈ മേഖലയിൽ നിന്നും 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് ദിവസം പത്തനാപുരത്തേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. നിരവധി തൊഴിലാളികളാണ് ജീവിതമാർഗം അന്വേഷിച്ച് തൊഴിലന്വേഷിച്ച് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. നിരവധി തൊഴിലാളികൾ ഈ റോഡിൽ വാഹനം ഓടിച്ച് ജീവിക്കുന്നു. നിരവധി ആളുകൾ ഇവിടെ ജീവനോപാധികൾ തുറന്നു വെച്ച്, കടകൾ കമ്പോളങ്ങൾ തുറന്നു വെച്ച് ജീവിതത്തിന് വയറ്റിലെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി, കുടുംബത്തിൻ്റെ അന്നം കണ്ടെത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല. പുന്നല സ്കൂൾ പണിതപ്പോൾ കോൺട്രാക്ടർ കമ്പിയില്ലാതെ സ്കൂൾ കെട്ടിടം പണിതത് വലിയ വിവാദമായിരുന്നു. ഇവിടെ ഗുനേഷിൻ്റെ നേതൃത്വത്തിൽ അത് കണ്ടെത്തി വലിയ സമരങ്ങൾ നടത്തി. ശബരി കുടിവെള്ള പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് 50 ലക്ഷം രൂപ ആ കാട്ടിനകത്ത് കൊണ്ട് കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇതുവരെ 1 ലിറ്റർ വെള്ളം പോലും പുറത്തിറക്കാൻ സാധിച്ചിട്ടില്ല. ഈ പുന്നലയോട് പ്രത്യേകമായ ഒരു അവഗണനയാണ്. ആ അവഗണന എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മലയോര പ്രദേശമായ പാവപ്പെട്ടവർ അധിവസിക്കുന്ന, ഇപ്പോഴും ഓരോ വീടുകളിൽ പോലും ഓരോ ആൾ പോലും സുരക്ഷിതരല്ലാതെ ജീവിതമാർഗത്തിന് വേണ്ടി ഇറങ്ങുന്ന ആളുകളുള്ള ഈ പ്രദേശത്തെ ഇത്രയേറെ അവഗണിക്കുവാൻ ഈ പുന്നലക്കാർ നിങ്ങൾക്ക് എന്താണ് ഉപദ്രവം ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ 25 വർഷക്കാലമായി നിങ്ങൾ ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച് MLAയും മന്ത്രിയുമായ ഒരാളാണ്. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ മാത്രം നിങ്ങളിങ്ങനെ ഒഴിവാക്കുന്നത്? പുന്നല, പത്തനാപുരം, കറവൂർ, ഏനാത്ത് റോഡിനോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത? എന്താണ് ഈ ചോദ്യങ്ങൾ താലൂക്ക് സഭയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രകോപനപരമായി ഈ നാടിനെയും ഈ നാട്ടുകാരെയും അപമാനിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്നതിനുള്ള തീവ്രത എന്താണ്? ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു ജനപ്രതി എന്ന നിലയിൽ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കേണ്ടത് ഉത്തരവാദിത്തങ്ങൾ കാണിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരം നടത്താൻ തീരുമാനിച്ചത്. 77 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ഈ റോഡ് 2.5 വർഷക്കാലമായിട്ടും പകുതി പണി പോലും പൂർത്തീകരിക്കാതെ ഇപ്പോഴും കലങ്ങുകളും റോഡിൻ്റെ സൈഡുകളും ഒക്കെ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടക്കാരുടെ വീടിൻ്റെ പ്രദേശങ്ങളിൽ മാത്രം
കോൺക്രീറ്റ് ചെയ്യുകയും ടാർ ചെയ്യുകയും രീതി നിർത്തലാക്കി സാധാരണ എങ്ങനെയാണോ നോട്ടിഫിക്കേഷൻ കൊടുത്ത് റോഡ് ചെയ്യുന്നത് അതനുസരിച്ച് ചെയ്യണം. ഈ റോഡിനെ 2.5 വർഷക്കാലമായി ശവപ്പെട്ടിയിലാക്കിയ ഗണേഷ് കുമാറിന്റെ FDR ടെക്നോളജി ഇന്ന് പുന്നല മണ്ഡലം കമ്മിറ്റി ഒരു ശവപ്പെട്ടിയിലാക്കിയിരിക്കുകയാണ്. ഗണേഷ് കുമാറിനെയും ഈ ശവപ്പെട്ടിയിലാക്കി ഈ റോഡിനോടൊപ്പം കുഴിച്ചു കൂടുന്നതിന് മുമ്പായി ഈ റോഡ് എത്രയും വേഗം നവീകരിച്ചില്ലെങ്കിൽ ഗണേഷ് കുമാർ പത്തനാപുരത്ത് ഇറങ്ങുന്ന എല്ലാ പൊതുപരിപാടികളും പബ്ലിക്കായി കരിങ്കൊടി കാണിക്കുവാനും പ്രതിഷേധിക്കുവാനും ഇന്നലകളിലെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്. ഇന്നലകളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് വലിയൊരു അഭിമാന പ്രശ്നമായ ഒരു സമരമായി ഏറ്റെടുക്കുകയാണ്. ഇനി നിങ്ങൾ സമയബന്ധിതമായി ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഞങ്ങളെ പിടിച്ച് ജയിലിൽ ഇട്ടാലും ഞങ്ങളെ തല്ലിക്കൊന്നാലും നിങ്ങളെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഞങ്ങളുടെ സമരങ്ങൾക്ക് നേരെ അതിക്രമം നടത്തുകയാണെങ്കിലും അതിശക്തമായി അതിനെ നേരിടുവാനും അതിനെതിരെ ഗണേഷ് കുമാറിന്റെ വീടിന്റെ പടിക്കൽ വന്ന് നിരാഹാര സമരം ഉൾപ്പെടെ നടത്തുവാനും ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് ഈ കൊടും ചൂട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അടിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ഈ പ്രദേശത്ത് മണിക്കൂറുകൾ നീണ്ട ഒരു സമരം ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഈ ഗ്രാമവാസികൾക്ക് വേണ്ടിയിട്ടാണ്, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഈ വികസനം ഈ നാട്ടിലെ സർവത്ര എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ സമരത്തെയും നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ശവപ്പെട്ടിയുമായി ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് മന്ത്രിമന്ദിരത്തിലേക്ക് ഞങ്ങൾ കടന്നു വരും. അതിവിദൂരമല്ലാത്ത ഒരു ദിനം അതിനായി നിങ്ങൾ കരുതി വെക്കുക. സമയബന്ധിതമായി ഈ റോഡ് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ നാടിന്റെ സർവ്വമേഖലയിലുള്ള ആളുകളെ കൂട്ടി ആ സമരത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഇതൊരു അന്ത്യശാസനമാണ്. തീയിൽ തൊട്ട് കളിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് പങ്കെടുത്ത എല്ലാ സമരഭടന്മാർക്കും 1000 അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.